പൊളിക്കുമെന്ന് ഉറപ്പായി. അങ്ങനെ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാതിരിക്കാനാണ് അത് ഡോർ തുറന്ന പ്രവർത്തകർ അകത്തേക്ക് കയറുകയാണ്. പ്രധാന കവാടം തള്ളി തുറന്നുകൊണ്ട് അതെ ആ പ്രധാന കവാടം തള്ളി തുറന്ന പ്രതിഷേധക്കാർ അകത്തേക്ക് കടന്നിരിക്കുന്നു. പക്ഷേ അവിടെ ഗ്രില്ലുകളുണ്ട്, അത് നേരത്തെ തന്നെ പൂട്ടിയിരിക്കുകയാണ്. പക്ഷേ അത് തുറന്നുകൊണ്ട് അകത്തേക്ക് കടന്നാൽ പിന്നെ അതിനകത്ത് എന്താണ് ഉണ്ടാകാൻ പോകുന്നത് എന്നത് പറയാൻ കഴിയില്ല. ഇതാ പ്രതിഷേധക്കാർ ആ ഗ്രില്ലുകൾ ചവിട്ടി തുറന്നുകൊണ്ട് ആ സർവകലാശാലയുടെ പ്രധാന കവാടം കടന്ന് അകത്തേക്ക് കയറിയിരിക്കുകയാണ്. അത്യപൂർവമായി ഉള്ളൊരു കാഴ്ചയാണ് തിരുവനന്തപുരത്തെ കേരള സർവകലാശാല ആസ്ഥാനം. അറിയാവുന്നവർക്കറിയാം, ഇതൊക്കെ വളരെ സുരക്ഷാ മേഖലയാണ്. ഈ ഭാഗത്തേക്ക് സാധാരണഗതിയിൽ പ്രതിഷേധമൊക്കെ ഉണ്ടാവുന്നത് സർവകലാശാല ആസ്ഥാനത്തെ ഗേറ്റിന് പുറത്താണെങ്കിൽ ഇതിപ്പോൾ ഈ പ്രവർത്തകർ VC-യുടെ ഓഫീസിലേക്കാണ് കയറുന്നത്. ഡാൻ, VC-യുടെ ഓഫീസിലേക്ക് തന്നെ പ്രവർത്തകർ നേരിട്ട് കയറുകയാണ്. സാധാരണഗതിയിൽ സംഭവിക്കാത്ത കാര്യമാണ്. അപ്പോഴും പോലീസ് അകമ്പടി സേവിക്കുന്നതല്ലാതെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടാവുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. ശ്രീജ, ഒരുപക്ഷെ അതൊരു കൂടുതൽ സംഘർഷത്തിലേക്ക് നയിക്കേണ്ട എന്നൊരു വിലയിരുത്തലിലായിരിക്കാം കൃത്യമായി ഒരു ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശത്തിന് വേണ്ടി പോലീസ് കാത്തു നിൽക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അധിക സമയം ഇങ്ങനെ സംഘർഷഭരിതമായ ഒരു സാഹചര്യം തുടരാൻ കഴിയില്ല. കാരണം പോലീസിന് അതിന് മറുപടി പറയേണ്ടി വരും. ഈ വിഷയം കോടതിയിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായാൽ, വിശദീകരണം തേടുന്ന പശ്ചാത്തലമുണ്ടായാൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്ത് നടപടിയാണ് ഈ സംഭവങ്ങൾ തടുക്കാൻ ഉണ്ടായത് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പോലീസിന് നൽകേണ്ടി വരും. അതുകൊണ്ട് അധിക സമയം ഇങ്ങനെ കണ്ണും കെട്ടി നോക്കി നിൽക്കാനാവില്ല. ഇത്രയധികം സമയം ഷീൽഡുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രതിഷേധക്കാരെ ചെറുക്കാനുള്ള ശ്രമം മാത്രമാണ് പോലീസ് നടത്തിയത്. പക്ഷേ അതിനിടയിലാണ് പോലീസിനെ തള്ളി മാറ്റിക്കൊണ്ട് പ്രധാനപ്പെട്ട വാതിൽ ചവിട്ടി തുറന്ന് പ്രതിഷേധക്കാർ ഇപ്പോൾ അകത്ത് കടന്നിരിക്കുന്നത്. അവർ അകത്ത് കടന്ന സ്ഥലത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. അതായത് അകത്തും പുറത്തും ഒരേപോലെ പ്രതിഷേധം കണക്കുകയാണ്. അതിന് തെരുവിലേക്ക് കൂടി വ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും. ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഒരു വിട്ടുവീഴ്ചയും ഈ വിഷയത്തിൽ ഇനി ഉണ്ടാകാൻ ഇടയില്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചാൻസലർ കൂടിയായ ഗവർണർക്കെതിരായ പ്രതിഷേധം, വൈസ് ചാൻസലർക്കെതിരായ പ്രതിഷേധം സർവകലാശാല ആസ്ഥാനത്ത് SFI കടുപ്പിക്കുന്നത് എന്ന് വേണം പറയാൻ. അങ്ങനെയാണെങ്കിൽ സമാനതകളില്ലാത്തൊരു പ്രതിഷേധത്തിലേക്കായിരിക്കും ഇനി സർവകലാശാലയുടെ ഈ ഭരണം തന്നെ, അതായത് സർവകലാശാലയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലേക്ക് ഈ വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് പോര് കടക്കുന്ന ഒരു സാഹചര്യം, അവരുടെ ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന, ചാൻസലർ കൂടിയായ ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇടപെടൽ, അതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും സിൻഡിക്കേറ്റിന് അനുകൂലമായി ഉണ്ടാകാൻ ഇടയില്ല എന്ന ബോധ്യത്തിലാണ് സമാനതകളില്ലാത്ത പ്രതിഷേധം ഇപ്പോൾ കേരള സർവകലാശാല ആസ്ഥാനത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ പ്രവർത്തകർ അകത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പോലീസിന് അവരെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിയത്തില്ല. കാരണം ഒരു വഴിയല്ല, സർവകലാശാലയ്ക്കുള്ളിൽ പ്രവേശിക്കാൻ പല വഴികളുണ്ട്. പോലീസ് സാന്നിധ്യമുണ്ടായിരുന്ന സ്ഥലത്തിന് മറുവശത്തു കൂടിയാണ് കൂടുതൽ പ്രവർത്തകർ അകത്തേക്ക് സംഘടിച്ചെത്തി പ്രധാന കവാടം തള്ളി തുറന്ന് VC-യുടെ ഓഫീസിനടുത്തെത്തി ഈ പ്രതിഷേധം കടുപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതിനകത്ത് ഇപ്പോഴും പ്രതിഷേധം അതിശക്തമായി തന്നെ തുടരുന്ന ഒരു പശ്ചാത്തലമാണ് നിലവിൽ. VC-യുടെ ഓഫീസിന് മുകളിലാണ് ഇപ്പോൾ SFI പ്രവർത്തകർ തമ്പടിച്ചു നിൽക്കുന്നത്. അവിടെ പോലീസിന്റെ സാന്നിധ്യമുണ്ട്, വലിയൊരു പോലീസ് സാന്നിധ്യം തന്നെയുണ്ട്. പക്ഷേ വാതിൽ പൊളിച്ച് അകത്തേക്ക്, വാതിൽ തള്ളി തുറന്നു എന്നല്ല, അടച്ചിട്ടിരുന്ന വാതിൽ പൊളിച്ച് തന്നെ അകത്തേക്ക് SFI പ്രവർത്തകർ കയറിയിരിക്കുകയാണ്. ഇപ്പോൾ VC-യുടെ മുറിക്ക് മുമ്പിലാണ് ഈ പ്രവർത്തകരുള്ളത്. അവിടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ കൂടി സാന്നിധ്യമുണ്ട്. പക്ഷെ ഒരു സംഘർഷത്തിലേക്ക് പോകാതിരിക്കാൻ പരമാവധി സംയമനം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പോലീസ് അവിടെ ഉള്ളത്. സാധാരണ രീതിയിൽ പക്ഷേ ഈ ഒരു സംയമനം അത്ര കണ്ട് പരിചയമില്ല എന്ന് മാത്രം. സാധാരണഗതിയിലില്ലാത്ത അസാധാരണമായ വിധത്തിൽ സംയമനം പാലിക്കുന്നുണ്ട് പോലീസ്. ഇപ്പോൾ SFI പ്രവർത്തകർ മതിൽ ചാടിക്കടന്ന്, ബാരിക്കേഡ് ചാടിക്കടന്ന് സർവകലാശാല ആസ്ഥാനത്തെ പ്രധാന കെട്ടിടത്തിനകത്തെത്തി. അവിടെ ഏതാണ്ട് 1 മണിക്കൂറോളം, 3/4 മണിക്കൂറോളം നിന്ന പ്രവർത്തകർ ആ വാതിൽ ബലം പ്രയോഗിച്ച് തുറന്ന് അകത്ത് കയറി ആണ് ഇപ്പോൾ VC-യുടെ ഓഫീസിന് സമീപത്തേക്ക് എത്തിയിരിക്കുന്നത്. അവിടെ പോലീസും നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്തതെന്ത്, അതാണ് പ്രധാനം.
സംഘർഷഭരിതമാണ് സർവകലാശാല ആസ്ഥാനം. വലിയ രീതിയിലുള്ള SFI പ്രവർത്തകരുടെ പ്രതിഷേധം. ഒപ്പം